വലിക്കട്. ആ ഉള്ള വീഡിയോ നമുക്ക് ഈ കൊച്ചു കായക്കൊലയിൽ നിന്ന് തുടങ്ങാം. പാവയ്ക്കൊക്കെ മുളച്ച് ഇലകളൊക്കെ വന്നു തുടങ്ങി അടിപൊളിയായിട്ട്. പിന്നെ ചെറുതുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറുനാരങ്ങ പഴുത്ത് തുടങ്ങി. അടുത്ത ആഴ്ച പൊട്ടിക്കാം. അമരക്കായ ഒരു വിത്ത് കുഴിച്ചിട്ട് മുളച്ച് ഇലകളൊക്കെ വന്നത് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പ്രതിഷ്ഠയേക്കാൾ വേഗതയിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ. നല്ല പടപടാന്ന് വളർന്നു വരുന്നുണ്ട്. നല്ല വഴുതിരിങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു. ഇന്ന് ഇത്തേക്ക് പോരന്നെ ഉള്ളൂ. ആ വടുക്കപ്പുളിയൊക്കെ വലുതായി തുടങ്ങി. ഇഷ്ടംപോലെ ഉണ്ട്. മുകളിലൊക്കെ ഉണ്ട്. പേരക്കായ ഒരെണ്ണം പഴുക്കാറായി തുടങ്ങി. അപ്പുറത്ത് ഇത്തിരി ലോങ്ങാണ്, അവിടെ ഉണ്ട്. ഇന്നലെ ഞാൻ 2 പേരക്കായ പൊട്ടിച്ചു കഴിച്ചു. നല്ല ടേസ്റ്റ്. നാടൻ പേരക്കായ ഇപ്പം ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയിട്ട് നന്നായി തളിർത്ത് തുടങ്ങിയിട്ട് തളിർത്ത് വരുന്നുണ്ട്. ഇത്തിരി സൂര്യപ്രകാശത്തിന് കുറവുണ്ട് ഇവിടെ. അത് കാരണമാണ് ഒത്തിരി മന്ദഗതിയിലാണ് ആൾ വലുതാണല്ലോ. അതിങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട്. ഓമക്കായ, പപ്പക്കായ എന്നൊക്കെ പറയും. അത് വലുതായി വരുന്നുണ്ട്. ഉണ്ടായി തുടങ്ങി. ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ റംബൂട്ടാനത് പുതിയ ഇലകൾ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. വേപ്പും തൈ ഇത് നന്നായിട്ട് തളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. നീളം പയർ ഉണ്ടായി തുടങ്ങി. പൂട്ട് ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. 2 കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതാ ഉണ്ടായി വരുന്നു. ഞാൻ അങ്ങനെ ടെറസിൻ്റെ മുകളിലേക്കാണ് പടർത്തി കൊടുക്കുന്നതിന്. അവിടെ നിന്നൊരു പടർട്ടാണ്. ഇവിടെയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. തക്കാളികളൊക്കെ പഴുത്തൊരു ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു. അതെ, ഇപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. 2-4 കൂടി ഉള്ളൂ. പിന്നെ ഇവിടെ 2 തക്കാളിയുണ്ട്. എന്തോ ഒരു ചെറിയ സാധനം ഉണ്ടായിട്ട് വരും. എന്തൊരു സംഭവം എന്ന് അറിയുന്നില്ല. അത് ഇങ്ങനെ കുറേ കായകൾ വന്നിട്ടുണ്ട്. 5 കായണാവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത് ഒരു പപ്പത്തൈ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ആൾ വളഞ്ഞിട്ടാണ് വരുന്ന. ആൾക്ക് വളരാൻ സ്ഥലമില്ല. അപ്പം അതിന് നിന്നാൽ നിർത്തി കൊടുക്കണം. അത് ഇനിയിപ്പോൾ ഈസ്റ്ററിന് ഞായറാഴ്ചയ്ക്കാവാം. കുക്കുമ്പർ കുറേയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ. ഇപ്പോൾ ഇത് വേറെ 2 ഉണ്ടായിട്ടുണ്ട്. കുക്കുമ്പർ കത്തിരിക്കാനൊക്കെ പറയില്ല ആ സാധനം. പിന്നെ പൂ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പുതിയത് ഉണ്ടായി വരുന്നുണ്ട് വേറെ. പിന്നെ നാരങ്ങ അടിപൊളി തളിർത്തുണ്ട്. കൊല്ലതും ഉണ്ടാവില്ല. അടുത്ത കൊല്ലം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നാരങ്ങമ്മലിക്കാണ് ഇപ്പോൾ നമ്മുടെ കുക്കുമ്പർ പടർന്ന് കയറണത്. ഇപ്പം എന്ത് ചെയ്യും? ഇനി അതിനൊന്ന് പടർത്തണം വേറെ വഴിക്ക്. പിന്നെ ചീര ഒരു ഇതൊക്കെ കഴിഞ്ഞ് 2-3 തവണ മുറിക്കണത്. അതിന് ചീരയുടെ ഇതൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഇനി പുതിയത് ഉണ്ടായി വന്നിട്ട് വേണം. മൂത്ത് തുടങ്ങി. ഇനി അതിൻ്റെ ഇടയിൽ ഇത് വെണ്ടക്കായകൾ ചോന വെണ്ടക്കായ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇത് സീതപ്പഴത്തമ്മ ഇത് ഒരു ട്രിപ്പ് കുറേ ഒരു 10-15 ഉണ്ടായി. ഇനിയിപ്പോൾ ഇത് വീണ്ടും പൂട്ടിട്ട് വരുന്നുണ്ട്. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു.